പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് കേരളീയ വാസ്തുശാസ്ത്രവിധി പ്രകാരം വീട് നിർമ്മാണത്തിന് ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും വീട് നിർമ്മാണത്തിന് തീർത്തും ഉപേക്ഷിക്കേണ്ടതുമായ ഭൂമിയെ പറ്റിയാണ്. ഇവിടെ പറയാൻ പോകുന്ന വിഷയങ്ങൾ സാമാന്യയുക്തി കൊണ്ട് നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കുന്നവയാണ്. അപ്പോൾ പിന്നെ സമൂഹത്തിൽ ഇവയ്ക്കെന്തുകൊണ്ട് ഒരു വിശ്വാസത്തിൻ്റെ പിൻബലം കൈവന്നു എന്ന് നമുക്ക് സന്ദേഹമുണ്ടാവാം. അതിലേക്കുള്ളൊരു എത്തിനോട്ടവും ഉത്തരവുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. മനുഷ്യൻ്റെ അവിവേകവും അനിയന്ത്രിതവും ആർത്തിപൂണ്ടതുമായ പ്രകൃതിയോടുള്ള ഇടപെടൽ ഈ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുമെന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണല്ലോ. സ്ഫോടനാത്മകമായ ജനസംഖ്യാവർധനവും അതിനാനുപാതികമായ ഉത്തമവാസഭൂമികളുടെ ലഭ്യതക്കുറവും കൊണ്ട് ഗൃഹനിർമ്മാണത്തിന് ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ പല കാര്യങ്ങളും നാം മനഃപൂർവ്വം അവഗണിക്കുകയോ അവയുടെ ഗൗരവം ഗൗനിക്കാതെയോ പ്രതിബന്ധങ്ങൾ ഉള്ള ഭൂമി തിരഞ്ഞെടുക്കുവാൻ പലരും നിർബന്ധിതരാവാറുണ്ട്. ഇത്തരം ഇടങ്ങളിൽ കേവലം ഉത്തമമായ കണക്കിട്ട് ഗൃഹം പണിതുകൊണ്ടോ കന്നിമൂലയെപ്പറ്റി ശ്രദ്ധിച്ചതുകൊണ്ടോ ചവിട്ടിൻ്റെ എണ്ണം കൃത്യപ്പെടുത്തിയതുകൊണ്ട് മാത്രമോ സ്വസ്ഥമായ ജീവിതം സാധ്യമല്ല എന്നത് വാസ്തവമായ കാര്യമാണ്. ഗുണകരമല്ലാത്തതും അപകടം വരുത്തുന്നതുമായ ഇത്തരം ഭൂമികളിൽ വീട് വെച്ച് പിന്നീട് ഈ പ്രകൃതി തന്നെ തരുന്ന തിരിച്ചടികൾ ഏറ്റുവാങ്ങുമ്പോഴാണ് നാം പലപ്പോഴും ബോധവാന്മാരാകുന്നത്. ഒരു ഗൃഹം നിർമ്മിക്കാനായി ഭൂമി തിരഞ്ഞെടുക്കുന്നത് മുതൽ പണിയുടെ അവസാന ഘട്ടം വരെ ഓരോ വിഷയങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചും പരീക്ഷിച്ചും കൃത്യത വരുത്തുമ്പോൾ മാത്രമാണ് അഭിവൃദ്ധിയും സ്വസ്ഥതയും ആശങ്കകളുമില്ലാത്ത ഒരു സമാധാന കുടുംബജീവിതം അവിടങ്ങളിൽ സാധ്യമാവുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്വസ്ഥമായ ജീവിതത്തിന് പറ്റാത്ത ഭൂമികളും അവയുടെ ദോഷവശങ്ങളുമാണ്. ഇതിൽ പറയുന്നവ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ടവയാണെങ്കിലും ഇന്നും അവയ്ക്ക് കാലിക പ്രസക്തിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വച്ചവയിൽ ഏതാനും ചിലത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ആ പ്രതിബന്ധങ്ങളെ മറികടക്കാൻ സാധ്യമാകുന്ന സാങ്കേതിക വിദ്യകൾ ഒരുപാട് വികസിച്ചിട്ടുണ്ടെങ്കിലും ആത്യന്തികമായ വിജയം കൈവരിക്കാൻ അവയ്ക്കായിട്ടില്ല. കാരണം പ്രകൃതിയെ മെരുക്കുവാൻ നമുക്കാവുമെങ്കിലും പ്രകൃതിയുടെ തിരിച്ചടികളെ മെരുക്കുവാൻ നമുക്കിന്നുമായിട്ടില്ലല്ലോ. ഇന്ന് വാസ്തുശാസ്ത്രം ഏതാനും ചില ഫ്രിഞ്ച് എലമെൻറ്റുകളെ ചുറ്റുപറ്റി മാത്രമാണ് പ്രചരിക്കുന്നത്. അവ മാത്രമല്ല, മറിച്ച് ഒരു മനുഷ്യൻ്റെ സർവ്വതോമുഖമായ അഭിവൃദ്ധിക്ക് സഹായിക്കുന്ന അനേകം ഘടകങ്ങളുടെ സമാഹാരമാണ് വാസ്തുശാസ്ത്രം. ഇനി വിഷയത്തിലേക്ക്. ആദ്യമായി നെൽവയൽ അഥവാ വ്രീഹിക്ഷേത്രം എന്ന് ശാസ്ത്രം. പൊതുവെ സമുദ്രനിരപ്പിൽ നിന്നും താഴെ കിടക്കുന്ന പുഞ്ചപ്പാടങ്ങളും കോൾനിലങ്ങളും സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു സ്ഥിതി ചെയ്യുന്ന പൊക്കാളിപ്പാടങ്ങളും മുണ്ടകൻ നിലങ്ങളും സമ്പന്നമായ വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റങ്ങളാണ്. ഈ പാടശേഖരങ്ങളിൽ പശ്ചിമഘട്ടങ്ങളിൽ നിന്നും മഴവെള്ളത്തോടൊപ്പം ഒഴുകിവരുന്ന ഫലഭൂയിഷ്ടമായ മണ്ണടിഞ്ഞുകൂടി കൃഷിക്ക് അനുകൂല സാഹചര്യമൊരുക്കുന്ന പ്രകൃതിയുടെ തന്നെ കൃത്യമായൊരു ഇടപെടൽ കാണാം. മഴക്കാലത്ത് വൻതോതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നവിടങ്ങളിൽ മഴ മാറിയതിനു ശേഷം വെള്ളം മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് ഒഴുക്കിക്കളഞ്ഞാണ് ഇവിടെ കൃഷി നടത്തുന്നത്. അനവധി അപൂർവ ഇനം ജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രവും ദേശാടനക്കിളികളുടെ ഇഷ്ടവിനോദ കേന്ദ്രങ്ങളും കൂടിയാണ് ഈ പ്രദേശങ്ങൾ. ജൈവസമ്പുഷ്ടമായ കളി കൂടിയ മണ്ണാണ് ഇവിടങ്ങളിലേത്. ഇത്തരം മണ്ണിന് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റിയും വളരെ കുറവാണ്. മാത്രവുമല്ല, നെൽക്കതിരിൽ വിടരുന്ന പൂക്കളുടെ പരാഗണം കാറ്റിൽ വൻതോതിൽ ഇവിടെ നടക്കുന്നുമുണ്ട്. ഹെക്ടർ കണക്കിന് വിസ്തൃതിയിൽ കിടക്കുന്ന വിശാലമായ പേടശേഖരങ്ങളിൽ നടക്കുന്ന വൻതോതിലുള്ള പരാഗണം മനുഷ്യന് അലർജി മുതലായ രോഗങ്ങൾ വരുത്തും. മാത്രവുമല്ല, അരിയുടെ ഉൽപ്പാദനത്തെ ഇവിടങ്ങളിലേക്കുള്ള അനിയന്ത്രിതമായ കടന്നുകയറ്റം സാരമായി ബാധിക്കുകയും അത് ഗണ്യമായി കൃഷിയെ കുറയ്ക്കുകയും ചെയ്യും. ഇതിനാലൊക്കെ തന്നെയാണ് സുരക്ഷ, സമൃദ്ധി, നിർഭയത്വം എന്നിവയെ കരുതി നെൽവയലിന് സമീപം ഗൃഹം നിർമ്മിക്കുന്നത് ഗുണകരമല്ല എന്നും പറഞ്ഞു വച്ചത്. ചുടുകാട് അഥവാ ശ്മശാനം.
പഴയ ചുടുകാടും കുടക്കല്ലും നന്നങ്ങാടികളും കല്ലറകളും തൊപ്പിക്കല്ലുകളും ആധുനിക ക്രിമറ്റോറിയങ്ങളും പഴയകാലത്ത് മഹാമാരി വന്ന് കൂട്ടത്തോടെ അടക്കം ചെയ്ത മടകളും സെമിത്തേരികളും തമ്മാടിക്കുഴികളും കഴുമരത്തിലേറ്റിയ ഇടങ്ങളടക്കം എല്ലാം ഇതിൻ്റെ പരിധിയിൽ വരും. ജീവിച്ചിരിക്കുന്നവർക്ക് ഇത്തരം സ്ഥലങ്ങൾ കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും മലിനമാക്കാനിടവരുത്തും. ബോധമനസ്സിൻ്റെ അകാരണമായ ഭയാശങ്ക സ്വസ്ഥമായ ജീവിതത്തിന് വിലങ്ങുതടിയാവുകയും ചെയ്യും. ഇത്തരം സ്ഥലങ്ങളിലെ വാസവും സാമീപ്യവും ബാഹ്യമായ ബുദ്ധിമുട്ടുകളും ആന്തരികമായ ഭീതിയും ചേർന്ന് പ്രശ്നങ്ങളെ ഗുരുതരമാക്കും. വൻമരം നശിച്ച ഭൂമി അഥവാ ജീർണകാഷ്ഠം. വൻവൃക്ഷങ്ങൾ കടപുഴകി വീണതോ മിന്നലേറ്റ് നശിച്ചതോ അകാരണമായി ഉണങ്ങി ജീർണിച്ചതോ ആയ ഇടങ്ങൾ അത്യന്തം അശോഭനമാണ്. കാരണം അത്തരം ഭൂമികൾ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾക്ക് മറ്റിതര പ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ വിധേയമാണ്. ലക്ഷണങ്ങൾ ആ പ്രദേശത്തിൻ്റെ ആപത്തിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ വൻമരം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് തെങ്ങോ കവുങ്ങോ മാവോ പ്ലാവോ അല്ലാന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം ഭൂമികൾ ശുഭകരമല്ല. കാവ് അഥവാ ആരാമം. ആദിമകാലം മുതൽ പ്രകൃത്യാരാധനയുടെ ഭാഗമായി കേരളത്തിൽ നിലനിന്നിരുന്ന ജൈവ വൈവിധ്യത്തിൻ്റെ ചെറുമാതൃകകളാണ് കാവുകൾ. മനുഷ്യൻ്റെ സ്വതന്ത്രമായ ഇടപെടലും ചൂഷണങ്ങൾക്കും തടയിട്ടുകൊണ്ട് ഒരു പ്രത്യേക ഭാഗത്തെ ആവാസ വ്യവസ്ഥയെ വിശ്വാസത്തിൻ്റെ പിൻബലത്തോടെ സംരക്ഷിച്ചിരുന്നവയെ വിശുദ്ധ വനങ്ങൾ എന്നും വിശേഷിപ്പിക്കുന്നു. ഇത്തരം വനങ്ങളോട് ചേർന്ന് ജലാശയവും അപൂർവ ഇനം വൃക്ഷലതാദികളും സസ്യജാലങ്ങളും ജന്തുവർഗ്ഗങ്ങളും സൂക്ഷ്മജീവികളും ചേർന്നിടകലർന്ന് ആ നിത്യഹരിതമായ കാവുകളെ സമ്പന്നമാക്കുന്നു. പൊതുവെ സർപ്പങ്ങളുടെ വാസസ്ഥാനം മാത്രമായിട്ടാണ് കാവുകളെപ്പറ്റി കൂടുതൽ ആളുകളും ധരിച്ചു വച്ചിട്ടുള്ളത്. എന്നാൽ അതങ്ങനെയല്ല. കാവിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയാം. എന്തായാലും ഇത്തരം കാവുകളുടെ സാമീപ്യം ഗുണകരമല്ല. കാവിൻ്റെ സാമീപ്യം മാത്രമല്ല, കാവുകൾ വെട്ടിത്തെളിച്ച് വയ്ക്കുന്ന വീടും അത് നമുക്ക് ശ്രേയസ്സിനെ നൽകില്ല. നദീമുഖം. നദിയുടെ വിസ്താരവും ജലത്തിൻ്റെ അളവും കൂടുതലുള്ള ഈ ഭാഗത്ത് നദി വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിൻ്റെ അളവ് വൻതോതിലായിരിക്കും. ഇത്തരം ഭാഗങ്ങളിൽ നദി പല കൈവഴികളായി ഒഴുകുകയും ചെയ്യും. ഇത്തരം കൈവഴികൾക്കിടയിൽ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് വിശാലമായ ഡെൽറ്റകൾ രൂപപ്പെടുന്നു. പോഷകസമ്പുഷ്ടമായ ഇത്തരം ഇടങ്ങളിലാണ് കണ്ടൽക്കാടുകളും ചെറുപ്പുനിലങ്ങളും ഉണ്ടാവുന്നത്. അപൂർവമായ ജൈവ വൈവിധ്യങ്ങളുടെ കീളിരംഗമാണിവിടം. മിക്കവാറും ഇത്തരം പ്രദേശങ്ങൾ വൃഷ്ടിപ്രദേശങ്ങളായിരിക്കും. ഇവ മനുഷ്യവാസത്തിന് നല്ലതല്ല. മാത്രവുമല്ല, നദികൾ വളഞ്ഞു പുഴഞ്ഞൊഴുകുന്ന ഇടങ്ങൾ, അഴിമുഖങ്ങൾ, നദീസംഗമസ്ഥാനങ്ങൾ, നദീപ്രവാഹങ്ങൾ എന്നിവിടങ്ങളിലും സുരക്ഷിതമായ വാസസ്ഥാനമൊരുക്കാൻ പാടില്ലാത്തതാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് ഒരു വീട് അപ്പാടെ നദിയിലേക്ക് അലിഞ്ഞു ചേർന്നത് നാം കണ്ടതാണല്ലോ. പാറക്കൂട്ടം അഥവാ ഗ്രാവം. ചെങ്കൽ പാറക്കൂട്ടങ്ങൾ, മൊട്ടക്കുന്നുകൾ, കരിമ്പാറക്കെട്ടുകൾ, ഉരുളൻ പാറക്കെട്ടുകൾ, മൊട്ടക്കുന്നുകൾ, ചെങ്കുത്തായ പാറകൾ, കിഴുക്കാം തൂക്കായ കുന്നുകൾ എന്നിവ ഏതു സമയത്തും സ്ഥാനചലനങ്ങൾക്ക് വിധേയമാണ്. ഇവയുടെ സാമീപ്യവും ശോഭനമല്ല. ഇവ എപ്രകാരമാണ് മനുഷ്യർക്ക് ദ്രോഹമാവുക എന്നത് സമീപകാല വാർത്തകളിലൂടെ, നിറഞ്ഞു നിന്ന ദുരന്ത വാർത്തകളിലൂടെ നാം തിരിച്ചറിഞ്ഞ കാര്യമാണല്ലോ. യുദ്ധഭൂമി. പഴയകാലങ്ങളിലും സമീപകാലങ്ങളിലും രണ്ട് വ്യക്തികളോ കുടുംബങ്ങളോ സമൂഹങ്ങളോ രക്തരൂക്ഷിതമായ യുദ്ധങ്ങളോ കുടിപ്പക തീർക്കലോ പരസ്പരം പോരടിച്ചിരുന്നതോ ഏറ്റുമുട്ടി മരണം സംഭവിച്ചതോ ആയ ഭൂമികളും മുൻപ് അങ്കക്കളരി കെട്ടിയുയർത്തി എണ്ണമാടിയ മൈതാനങ്ങളോ
ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ നടന്ന യുദ്ധങ്ങളോ തീവെപ്പോ തീവെട്ടിക്കൊള്ളകളോ നടന്നതും ആയുധങ്ങളും വെടിക്കോപ്പുകളും സംഭരിച്ചിരുന്നിടങ്ങളോ സങ്കീർണമായ കോടതി വ്യവഹാരങ്ങളോ നടന്നിരുന്ന സ്ഥലങ്ങളെല്ലാം അത്തരം ഭൂമിയുടെ പരിധിയിൽ വരും. ആ ഭൂമി പ്രതീകാത്മകമായും കലഹത്തെയും ഭീതിയെയും അശാന്തിയെയും ജനിപ്പിക്കുന്നതാണല്ലോ. താപസാശ്രമം. പഴയകാലത്ത് താപസന്മാർ തപസ്സനുഷ്ഠിച്ചിരുന്നതോ യോഗികൾ ധ്യാനിച്ചിരുന്നിടങ്ങളോ സമാധിയായിരുന്നിടങ്ങളോ ആയ ഗുഹകൾ, പർണശാലകൾ, അറകൾ, മുനിയറകൾ എന്നിവയുടെ സാമീപ്യം അത്യന്തം അപകടത്തെ വരുത്തിവെക്കും. കാരണം അവർ അവരുടെ സ്വച്ഛമായ നൈഷ്ഠിക ജീവിതത്തിന് അത്തരം ചില പ്രത്യേക സ്ഥാനങ്ങൾ തിരഞ്ഞെടുത്തത് യാദർച്ഛികമായിട്ടല്ല, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടുതന്നെയാണ്. ഇത്തരം ഇടങ്ങൾ ഭൗതിക ജീവിതം നയിക്കുന്ന കുടുംബസ്ഥർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കില്ല. ആയതിനാൽ അത്തരം സ്ഥാനങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ ഇനിയുമേറെ പറയാനുണ്ട്. കേരളത്തിലെ ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കാൻ ശ്രമിച്ചത്. ഇത്തരം പ്രതിബന്ധങ്ങളെ ഫലപ്രദമായി മറികടക്കാനുള്ള വഴികളും വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. കാരണം പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഭൂമുഖത്തില്ലല്ലോ.